സുരേഷേട്ടാ എന്നാ ഉണ്ട് വിശേഷം എന്ന് വേണം ആദ്യം ചോദിക്കാം. എന്നാന്നോ സുരേഷേട്ടൻ്റെ വിശേഷം എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടുകാർക്കെല്ലാം അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് ഇനി പുതിയ എന്നാക്ക വിശേഷമുണ്ട്? പുതിയ പുതിയ വിശേഷം എന്ന് പറഞ്ഞത് സിനിമ തന്നെയാണ്. ഇപ്പോൾ പുതിയ ഏതാ ചെയ്യുന്നത് സുരേഷ്? ഇപ്പോൾ ഞാൻ ചെയ്ത സിനിമ വള്ളിക്കെട്ട്, ആ ഇനി പിന്നെ കോളാമ്പി, ആ ചിലപ്പോൾ പെൺകുട്ടി, അവൾക്കൊപ്പം, ഓക്കെ. അങ്ങനെ തുടങ്ങിയ സിനിമകളാണ്. സുരേഷേട്ടൻ ആദ്യം ചെയ്തപ്പോഴത്തേക്ക് ഒരു പാട്ട് ഭയങ്കര ഹിറ്റായി. ഓരോ ഫിലിമിലും സുരേഷേട്ടൻ്റെതായ പാട്ടുകൾ മിക്ക ഫിലിമിലും വരുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ സിനിമയിലൊക്കെ സുരേഷേട്ടൻ പാടിയിട്ടുണ്ടോ? വള്ളിക്കെട്ട് സിനിമയിൽ പാടിയിട്ടുണ്ട്. അത് മുന്നേ ഉള്ളൊരു പാട്ട് തന്നെയാണ്. പിന്നെ അവൾക്കൊപ്പം എന്ന സിനിമയ്ക്ക് അതിന് വേണ്ടിയിട്ട് എഴുതിയ പാട്ടാണ്. സുരേഷേട്ടൻ തന്നെ ചെയ്യുന്ന? ആ, എനിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ സുരേഷേട്ടൻ. ഈ ഓർക്കസ്ട്ര ഞാനല്ല ചെയ്യുന്നത്, അത് ഓർക്കസ്ട്ര ചെയ്യുന്നവരാണ് ചെയ്യുന്നത്. പാട്ടിൻ്റെ വരികളും എൻ്റെ സംഗീതവും ഒക്കെ. അത് സംഗീതം എന്ന് പറഞ്ഞത് ഞാൻ സംഗീതം പഠിച്ചിട്ടുള്ള ഒരാളല്ല, ശാസ്ത്രീയ സംഗീതമൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല. അപ്പോൾ അങ്ങനെ ചിട്ടയോടെ ട്യൂൺ ചെയ്തുള്ള പാട്ടൊന്നും ആയിരിക്കില്ല. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്യൂണ് വരും, ആ ട്യൂണിന് പറ്റിയ ഒരു 2 വരി എഴുതും, പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത്. അത് തന്നെ വരുന്നതാ? അത് ശരിക്കും ഈശ്വരൻ്റെ അനുഗ്രഹമാണെന്ന് തോന്നുന്നു. ആ, അത് അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പൊ സുരേഷന്റെ ഹിറ്റായ പാട്ടിൽ തന്നെ നമുക്ക് തുടങ്ങാം. സുരേഷിന്റെ എല്ലാരും കേട്ടതാ, എന്നാലും ഇപ്പോഴും അതൊരു എവർഗ്രീൻ ആണ്. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എൻ്റെ കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എൻ്റെ കുറ്റം ചെയ്തു ഞാൻ. എന്തിനു പെണ്ണേ നിനക്കെന്നു പിണക്കം, നീ എൻ്റെ കരളല്ലേ. രാവിൻ്റെ മാറിൽ മയക്കം കൊള്ളും ഓൾ നീയല്ലോ കനവാകെ. പകലിൻ്റെ മടിയിൽ മിഴി തുറന്നാൽ രാവത്തും വരയ്ക്കും നിൻ രൂപം മുന്നിൽ. മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ പോകുന്ന വിളക്കും. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എൻ്റെ കുറ്റം ചെയ്തു ഞാൻ. ഇത് എത്ര കേട്ടാലും മതിയാവുമല്ലോ. വെച്ചാൽ സുരേഷിന്റെ അത് ശരിക്കും ഇനി എത്ര കാലം ചെന്നാലും ഇനി എത്ര ജനറേഷൻ വന്നാലും ഈ പാട്ട് മറക്കുകയില്ല. ഈ ശരിക്കും സുരേഷിന്റെ ഈ വരികൾ എങ്ങനെ വന്നതാ? നിറമെന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അതിലെ മിഴിയറിയ ആ ഒരു പാട്ട് ഹിറ്റായിരിക്കുന്ന സമയത്ത്, അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ പാട്ടുകൾ പാടി നടക്കുന്ന കാലമാണ്. അപ്പോൾ ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു ചെക്കനോട് ആർട്സ് കോളേജിൽ എന്തോ പഠിക്കുന്നു, ഞങ്ങൾക്ക് ആർട്സ് കോളേജിലെ കുട്ടികൾക്ക് പാടാൻ പറ്റിയൊരു പാട്ട്, ഇങ്ങനെ പെൺകുട്ടികൾക്കൊക്കെ പറ്റിയൊരു പാട്ട് എഴുതി തരുമോ? ആ, അങ്ങനെ ഞാൻ അത് എഴുതി കൊടുത്തു. അത് എഴുതുമ്പോൾ ആദ്യം മുത്തേ പൊന്നെ എന്ന വരി അതിലില്ലായിരുന്നു. അത് എന്തിനു പെണ്ണേ നിനക്കെന്ന് പെണ്ണ്, അങ്ങനെ തുടങ്ങുന്ന വരികളായിരുന്നു. പക്ഷേ കുറേ പാടി തന്നപ്പോൾ എനിക്ക് തോന്നി ട്യൂണിൽ എവിടെയോ എന്തൊരു കുഴപ്പമുണ്ട്, അതങ്ങനെ തുടങ്ങേണ്ട പാട്ടല്ല എന്ന് തോന്നി. അതിനുശേഷം പിന്നെ ഞാൻ പിന്നീട് എഴുതി, അല്ലെങ്കിൽ ട്യൂൺ ഉണ്ടായിരുന്നു. അത് ആ എന്തിനു പെണ്ണേ നിനക്ക് ഇങ്ങനെ പാടുമ്പോൾ അതെന്തോ പകുതിയിൽ കയറി പാടി പോകുന്നത് പോലെ. അപ്പോൾ അതിന് മുന്നേ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മൾ ഒത്തിരി പാട്ട് കേട്ട് വളർന്നിട്ടുള്ളവരാണല്ലോ, എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അതിൻ്റെ പിന്നാലെ നടന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെ വന്നതാണ് മുത്തേ പൊന്നേ പിണങ്ങല്ലേ എന്നുള്ളത്. ഈ പയ്യൻ അവിടെ പാടി അല്ല, അതിനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവന് പാടാൻ കൊടുത്തത്. ഓ അത് ശരി, ഓക്കെ. ആ പുള്ളി അവിടുത്തെ ഹീറോ ആയി കാണും ഇത് പാടിയതിനു ശേഷം, ഉറപ്പ്. സുരേഷിന്റെ ശരിക്കും കുഞ്ഞുനാൾ മുതലേ ഒരു കലാകാരൻ സുരേഷിന്റെ ഉള്ളിലുണ്ട്. ആ, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര അടുത്തിരിക്കുന്ന കുട്ടികളെ പേനയും പെൻസിലൊക്കെ ഭയങ്കര മോഷണമായിരുന്നു. കള്ളനായിരുന്നു? മോഷണം കലയല്ലേ? അതിപ്പോ ഞാൻ അറിയുന്നത്, സോറി. മോഷണം കലയാന്നോ? ഇതാദ്യമായിട്ട് ഞാൻ കേൾക്കുക. അല്ല, കുട്ടിക്കാലത്ത് ഒരു കലാകാരൻ ഉണ്ടായിരുന്നു പറയുമ്പോൾ ഞാൻ ആദ്യം അങ്ങനെയാണ് തുടങ്ങി. മോഷണം? കുട്ടികളുടെ സ്കൂൾ ബാഗിനകത്തിരിക്കുന്ന പെൻസിൽ, പേന, കുട്ടികളുടെ മാസികകൾ, അക്കാലത്തെ ബാലരമ, പൂമ്പാറ്റ, ബാലമംഗളം, ലാലുലീല, ബാലഭൂമി, ഇതെല്ലാം അടിച്ചു മാറ്റും. ഇതൊക്കെ അടിച്ചു മാറ്റും. ഓക്കെ. വലുതായപ്പോൾ എങ്ങനെ വളർന്നു? വലുതായപ്പോൾ പിന്നെ മോഷണം പള്ളികളിലും അമ്പലത്തിൽ ചെരുപ്പായിരുന്നു. സിനിമ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള
ഒരു വിഘ്നേശ്വര ആ ഉണ്ട് ഗണപതി കുട്ടിക്കഥ എൻ്റെ അവിടെ ആയിരുന്നു ഞങ്ങൾ. ഇപ്പോൾ അത്തരം കുട്ടികളൊന്നും അവിടെ കാണാനൊന്നുമില്ല. ഇപ്പോൾ ബസ് സ്റ്റാൻഡൊക്കെ പറഞ്ഞു വാഹനത്തിലൊക്കെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല. പണ്ട് ഞങ്ങൾക്കൊക്കെ ഇരിക്കാനും കളിക്കാനൊക്കെ അവിടെ കൈവരിയൊക്കെ ഉണ്ടായിരുന്നു. കൈവരി കൊണ്ടുവന്ന് അന്ന് ഈ ബുക്കിംഗ് ഓഫീസൊന്നും അവിടെ വന്നിട്ടില്ല റെയിൽവേയുടെ. ആ പറമ്പൊക്കെ ഞങ്ങൾക്ക് കളിക്കാനൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അപ്പോഴവിടെ നിന്ന് ഈ സന്ധ്യയ്ക്ക് ദീപാരാധന തൊഴാൻ വരുന്ന പലരുടെയും ചെരുപ്പടിച്ച് മാറ്റുക. ചാല മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും, സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തമ്പാനൂർ പള്ളിയിൽ നിന്ന്. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് സുരേഷ് പറഞ്ഞുതരൂ. എന്നിട്ട് പള്ളിയിൽ ഉച്ചയ്ക്ക് നിസ്കാര സമയം 12 മണി കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച കുറച്ച് തിരക്ക് കൂടുതലാണ്. അപ്പം നമുക്ക് വെള്ളി വരെ സ്കൂളുണ്ടല്ലോ. അപ്പോൾ ശനി ഞായറാണ് സിനിമ കാണാൻ പറ്റിയ സമയം. അപ്പോൾ ഞങ്ങൾ ഈ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ണാൻ വേണ്ടിയിട്ട് സ്കൂൾ വിടുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ ഉണ്ണാൻ വരുന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്താണ് ഈ ചെരുപ്പ് ബാഗിനത് കേട്ടു പോകും ചാല മാർക്കറ്റിൽ. അപ്പോൾ അവർ ഈ പുതിയ ചെരുപ്പാണെന്ന് കണ്ടാൽ അവർ ചെറുപ്പം എടുക്കില്ല. അതിന് ഞങ്ങൾ അത് കത്തിയിട്ടൊക്കെ കീറി ചേരൊക്കെ ആക്കി പഴയതാക്കി കൊടുക്കും. അന്ന് അത്രയും ബുദ്ധി ഉണ്ടായിരുന്നു. അതിന് എങ്ങനെ അത് വിൽക്കണമെന്നൊക്കെ ആലോചിച്ചാ പോകുന്നേ. ഓക്കെ, എന്നുവെച്ചാൽ ഇത് വീട്ടിലൊന്നും പിടിക്കുവല്ലേ ഇങ്ങനെയൊക്കെ? അല്ല, ഒരിക്കൽ പള്ളിയിൽ പിടിച്ച് കെട്ടി വെച്ചു തെങ്ങില്. അങ്ങനെ വീട്ടുകാർ വന്നിട്ടാണ് പറഞ്ഞു വിട്ടത്. ഇതേതാണ്ട് ലാൽ സാർ ലേലു വല്ലു പറഞ്ഞ പോലെ ആയെന്ന് തോന്നുന്നുണ്ടേ. പള്ളി അവർ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നിട്ടാണ് വിട്ടത്. തല്ല് തന്നോ? തല്ലില്ല, അത് പിടിച്ച് കെട്ടി വെച്ചു, പേടിപ്പിക്കാൻ വേണ്ടി കെട്ടിയൊക്കെ വെച്ചു. ഞാൻ പിന്നീട് ആ പള്ളിയിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട് ചെരുപ്പ്. കെട്ടി വെച്ചേച്ചു. അതൊക്കെ ഒരു കുട്ടിപ്രായത്തിലാണ്. ഞാൻ 6ൽ 7ലൊക്കെ പഠിക്കുന്ന സമയം. ഈ കല എപ്പോഴാണ് നിന്നേ? അതോ നിർത്തി? അതും പിന്നെ മുതിർന്നപ്പോൾ മോശമായിട്ട് തോന്നിയേച്ച് സ്വയം അങ്ങ് വിട്ടതാണ്. പിന്നെ ഈ കല എപ്പോൾ കയറി? നമ്മുടെ പാട്ട് അത് പാട്ട് എപ്പോഴാണ് വരിക? അതൊരു എനിക്കൊരു 19-18 വയസ്സൊക്കെ ഉള്ളപ്പോൾ പാട്ടിൻ്റെ. അതിനു മുമ്പേ ഞാൻ ഈ തിരക്കഥയിലായിരുന്നു കമ്പം. ശരി. അപ്പൊ നാടകത്തിനൊക്കെ എഴുതി കൊടുക്കോ? ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ അതിന് മുന്നേ ഈ സ്കൂൾ പ്രായത്തിലൊക്കെ ഈ അമ്മയുടെ സാരിയൊക്കെ എടുത്തിട്ട് സ്റ്റേജൊക്കെ കെട്ടിയിട്ട് കുട്ടികൾ നാടകം കളിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ ഈ തിരക്കഥ എഴുതിയിട്ട് എങ്ങനെ എന്തോ ചെയ്യുന്ന മംഗളത്തിൽ അങ്ങനെ പ്രസിദ്ധീകരിക്കും? ഇല്ല, അത് ഇപ്പൊ കൂട്ടുകാരൊക്കെ വായിച്ച് അവർക്ക് ഇഷ്ടമാകുമ്പോൾ അടുത്ത സംഭവത്തിലേക്ക് പോകും. എന്ത് ചെയ്യും ആ തിരക്കഥ? എന്ത് ചെയ്യും സംഭവം? കുറെ കാണണം അവിടെ. നാടകത്തിന്റെ അല്ല, ഞാൻ സിനിമയുടെ തിരക്കഥ എഴുതുക. അപ്പൊ ഏത് വന്നിട്ടുണ്ടോ അങ്ങനെ സിനിമയിലായിട്ട് ചേട്ടൻ എഴുതിയത്? തിരക്കഥ സിനിമയിൽ വന്നിട്ടില്ല. പക്ഷെ ഞാൻ എഴുതിയ തിരക്കഥ 1-2 സിനിമ ആയിട്ടുണ്ട്. അതേതാ ചേട്ടാ? അതിലെൻ്റെ പേരില്ലാത്തതുകൊണ്ട് എനിക്കത് സിനിമയുടെ പേര് പറയാൻ പറ്റില്ല. അത് പിന്നെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെയുള്ള എൻ്റെ ഒരു എന്താ പറയുക ഗോഡ് ഫാദർ എന്ന് പറയാം, രാഷ്ട്രീയ നേതാവ് സുന്ദരേശൻ മാമൻ എന്ന് വിളിക്കുന്നത്, സുന്ദരേശൻ നായർ. അദ്ദേഹം എൻ്റെ ഒരു ബുക്കൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അറിയാണ്ടാണ് അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയോ? തിരുത്തൊക്കെ ചെയ്ത്? ഇല്ല, അത് തിരുത്തൊന്നും വേണ്ടി വന്നിട്ടില്ല. ഇല്ല. പിന്നെ ഞാൻ ഉണ്ണിയാർ പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതി, മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ന് വേണ്ടി DC ബുക്സിന് വേണ്ടിയിട്ട് എഴുതി. അതിൽ പിന്നെ ഉണ്ണിസാറിൻ്റെ ഒരുപാട് കൈ ഉണ്ടല്ലോ. ഓക്കെ. പിന്നെ എപ്പോഴും ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയതും സുരേഷ് ചേട്ടനെ ആരെ കണ്ടുപിടിച്ചേ ഇങ്ങനെ? അത് എന്താണെന്ന് അറിയോ, ഈ തിരക്കഥകൾ 1-2 കബളിപ്പിക്കപ്പെട്ടപ്പോൾ പിന്നെ ഞാൻ ആ പണി ഉപേക്ഷിച്ചു. അതായത് സുരേഷ് ചേട്ടനെ മേടിച്ചേച്ച് അവരങ്ങ് കാര്യം കണ്ടേച്ചു. അതങ്ങനെ 1-2 ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ സമാന ചിന്താഗതിയുള്ള എഴുത്തുകാർ ഒരുപാട് പേരുണ്ടല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ കഥ എഴുതുമ്പോൾ അവരും അതുപോലെ എഴുതിയിരിക്കാം. അപ്പോൾ പിന്നെ ഞാൻ അതിൽ മടുത്തിട്ടാണ് പിന്നെ എന്നാൽ പിന്നെ പാട്ടിലൊന്ന് പിടിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് പാട്ടിൽ. അപ്പോൾ ഈ കലാഭവൻ മണിയൊക്കെ നല്ല കത്തി നിൽക്കുന്ന സമയമാണ്. മണിച്ചേട്ടനും ഇതേപോലെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, അതെല്ലാം ഹിറ്റാ. അങ്ങനെ ഞാൻ പാട്ട് പാടി ഞങ്ങൾ അതിലൊരു ആൽബം ഇറക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയൊക്കെ നോക്കി. അപ്പോൾ അതിലൊരു പാട്ടാണ് ഇപ്പോൾ വള്ളിക്കെട്ട് സിനിമയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ സംഗീത സംവിധായകൻ, അന്നേക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ സംഗീത സംവിധായകൻ്റെ പേര് വേറൊരാളുടെ പേര് വെച്ചിങ്ങനെ കണ്ടപ്പോൾ വിഷമായി. എനിക്കല്ല വിഷമമുണ്ടായ ബോംബേസ് കമൽ മാഷിന്. അന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എൻ്റെ സംഗീതത്തിൻ്റെ ഗുരുനാഥനൊക്കെ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം അന്ന് യാത്ര ചെയ്യുമ്പോൾ സ്റ്റുഡിയോയിൽ വന്ന് അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ് വല്ല പരിപാടി ഇവിടെ ചെന്ന് നിർത്ത്, സംഗീതം നീയാണ് സംഗീതം, അത് നിൻ്റെ പേര് വയ്ക്കാമെങ്കിൽ മാത്രമേ ഇത് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നീ ചെയ്യേണ്ടെന്ന്. പിന്നെ അതങ്ങനെ പാതിവഴിക്ക് മുടക്കി. അപ്പോൾ ആ പാട്ടാണ് ഞാൻ ഇപ്പം വള്ളിക്കെട്ടിന് വേണ്ടിയിട്ട്, അതിലൊരു പാട്ട് വള്ളിക്കെട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാടി.
la 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 മൈലഞ്ചിക്കാട്ടിലെ മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി കളിവട്ടം പറയാൻ കൂടണ്ടേ കളമൊഴി പാടാൻ പോരില്ലേ കളിവട്ടം പറയാൻ കൂടണ്ടേ കളമൊഴി പാടാൻ പോരില്ലേ കളിക്കളം തേടിയ പ്രായത്തിൽ ഒരു കാര്യം ചൊല്ലിയതോർക്കില്ലേ മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി. ഇത് പണ്ട് ഈ കൃഷിക്കാർ വീട്ടിലൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ അടുത്തുള്ള വീട്ടിലൊക്കെ വരുമ്പോൾ അത് അമ്മ ഏതാவது കൊടുങ്ക എന്ന് പറയും. പക്ഷേ നീ 2 പാട്ട് പാടുക അതൊക്കെ പുറത്ത് തറ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും പരിപാടിയാണോ ഇത്? സുരേഷ് ചേട്ടാ, ഞാൻ ആസ്വദിച്ച് പാട്ട് കേട്ടോണ്ടിരിക്കാന്. പണ്ടേ സുരേഷ് ചേട്ടാ പല്ലില്ല, അതിനൂടെ ഞാൻ ബാക്കിയും കൂടെ തീർക്കും. ഞാൻ കാര്യം പറഞ്ഞേക്കാം, എന്ത് സന്തോഷമായിട്ട്. ഞാൻ വിചാരിച്ചു അതിനകത്ത് എന്തെങ്കിലും കഥ ഉണ്ടായിരിക്കും, അതായിരിക്കും പറയാൻ വരുന്നത്. പാടിച്ചിട്ട് പക്ഷേ ഇല്ല, ആ പരാതി ഇന്ന് തീർന്നിട്ട് തന്നെ ബാക്കി കാര്യം. ദൈവമേ, ഞാൻ മുട്ടയുടെ ഭയങ്കര ആളാണ്. ഇതിനകത്ത് മുട്ട കണ്ടു, പക്ഷെ മുട്ട മാത്രമല്ല മനസ്സിലായി. മുട്ട മാത്രമല്ല, അതിന്റെ കോട്ടിങ് മട്ടൺ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കട്ട്ലേറ്റിന്റെ വേറെ ഒരു ഫാമിലി, അത്രേ ഉള്ളൂ. പേര് മുട്ട കബാബ്. മുട്ട കബാബ് എന്നാ പേര് വേണേലും വേണ്ടേ, അത് തന്നെ ആലോചിക്ക് വന്നേ. അല്ല, ആൾക്കാർ മുട്ട കബാബ് നല്ലതാണോ? സൂപ്പർ.